കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനൊടുവിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. മീൻസ് വാർത്തയൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് എന്തായാലും കഥ പോലെ കാര്യങ്ങൾ അറിയാം. എപ്പോഴാണ് കോൺഗ്രസ്സുകാർ വന്ന് ലാൻഡ് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഇപ്പം നമ്മുടെ KC വേണുഗോപാൽ പറയുന്നുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ക്രെഡിറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അതായത് കോൺഗ്രസിന് വേണ്ട, അത് CJPക്ക് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് KCയുടെ ഒരു നല്ല മനസ്സായിട്ട് നമുക്ക് കണ്ടുകൂടെ? വിശാല മനസ്സിന് നമുക്ക് നന്ദി പറയണ്ടേ? ഈ പറയുന്ന പോലെ ആശാന്റെ കാലിൽ തല്ലി ഓടിച്ച ബാലകൃഷ്ണനോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, അപ്പം അത്ര നല്ല മനസ്സുള്ള ഒരാളാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC ഒരുപാട് ത്യാഗം ചെയ്യുന്ന ഒരാളാണ്. തുടക്കത്തിലെ ആ ത്യാഗത്തെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. സ്വന്തം ജരാനരകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ ജരാനരകൾ ഏറ്റെടുത്ത ഒരു മകൻ്റെ കഥ പറയുന്ന പോലെയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു. അതിന് അതിരാവിലെ എഴുന്നേറ്റ് മണ്ണെല്ലാം ഒരുക്കി വെള്ളവും വളവും ഒക്കെ ഏകി ഇങ്ങനെയൊക്കെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് KC വേണുഗോപാൽ. ഒടുവിൽ KC എന്ത് ചെയ്തു? KC എല്ലാം വേണ്ടെന്ന് വെച്ചില്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സ് അവിടെ തുടങ്ങുകയാണ്. എനിക്കൊന്നും വേണ്ട, ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല, ഞാൻ എൻ്റെ ജനങ്ങളുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ഒറ്റക്കാലിൽ തീരുമാനമെടുത്ത് അയാൾ ആഗ്രഹിച്ച ആ കുപ്പായം പോലും വേണ്ട, ആ കസേര പോലും വേണ്ട എന്ന് തീരുമാനിച്ച ഉദാരമനസ്കനായ ഒരു മനുഷ്യൻ തന്നെയാണ് നന്മമരം. അത് തന്നെ നന്മമരം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെ KC വേണുഗോപാൽ. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാലിൻ്റെ ഈ ഒരു നിലപാടിനോട് നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ശ്ലാഘിച്ചേ മതിയാകും. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും നേരണം. കാര്യം ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഒന്നും ചെയ്യാതെ, ശരിക്കും CJP എന്ന് പറയുന്ന പാർട്ടി അവിടെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും അതെല്ലാം ചെയ്തതും അതിനുവേണ്ട ചരടുവലികൾ നടത്തിയതും ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് ഇവിടെ രാജിക്കത്ത് ഒപ്പിട എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്തിനകത്ത് പിടിച്ചു നിർത്തി ഒപ്പിടിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഈ സാധനം മാത്രം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. അത് ശരിയാ. അപ്പം രാഹുൽ ഗാന്ധിയാണ് ഒപ്പിടാന്ന് പറഞ്ഞു, രാജിക്കത്ത് വെച്ചിട്ട് ഒപ്പിട്ട്. അങ്ങനെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത്. അല്ലാതെ CJPക്കാർ സമരം നടത്തിയുണ്ടോ, സോനം വാങ്ചുക്ക് അവിടെ ദിവസങ്ങളോളം നിരാഹാരം ഇരുന്ന് പെട്ടുപോയതിലോ ഒന്നുമല്ല, നിരാഹാരം ഇരുന്ന് വയ്യാണ്ടായതിലോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് ശക്തമായി നിന്നുകൊണ്ടല്ലേ. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ KC വേണുഗോപാലിന് പറയാം, നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ട. പണ്ടും ത്യാഗമാണ്. അതിപ്പോൾ നേട്ടം മാത്രമല്ലല്ലോ ഒരു മനുഷ്യൻ്റെ നന്മ തെളിയിക്കുന്നത്. ത്യാഗത്തിലാണ് ഒരു മനുഷ്യൻ്റെ നന്മ എപ്പോഴും ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ത്യാഗം, ഒരാൾ നൽകാൻ വേണ്ടി കാണിക്കുന്ന ഒരു മനസ്സ്, അതാണ് ശരിക്കും KC വേണുഗോപാലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇവിടെ നോക്കിക്കോളൂ, നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് എത്ര MLA-മാരെയാണ് അദ്ദേഹം തന്നത്? അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്രെഡിറ്റിൽ നിന്ന് എടുത്ത് തന്ന, അല്ലെങ്കിൽ എത്ര ആൾക്കാരെയാണ് KC വേണുഗോപാൽ MLA-മാരാക്കിയത്? അതിൽ എത്ര പേരെയാണ് KC വേണുഗോപാൽ മന്ത്രിമാരാക്കിയത്? നമ്മൾ ആലോചിക്കണം. അങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ടവരെയും തൻ്റെ ആശ്രിതന്മാർ തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന, അല്ലെ തൻ്റെ ഭക്തന്മാരായി നിൽക്കുന്നവരെയും ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്താൻ KC വേണുഗോപാൽ എന്നും സന്മനസ് കാട്ടിയിട്ടുള്ള ഒരു നന്മമരം തന്നെയാണെന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ KC ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തത്. ഇനി ഇത് അദ്ദേഹത്തിൻ്റെ നന്മയാണ് എന്ന് നമുക്ക് പറഞ്ഞ് ഒരു സൈഡ് മാറ്റി വെക്കാം. ഇനി വേറൊരു സൈഡുണ്ട്. ആ രണ്ടാമത്തെ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ്സുകാർ BJPയുടെ ഈ പറയുന്ന ഹിന്ദുത്വ മുഖത്തെ ഭയക്കുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BJPയേക്കാൾ വലുതാ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരു ബൂർഷയായ പോരാ, ബൂർഷയുടെ അപ്പനാവണമെന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുത്വ അജണ്ടയോടുകൂടി നടക്കുന്ന BJPയെ പൂട്ടാൻ വെറും ഹിന്ദുത്വ അജണ്ട പോരാ, അതിൻ്റെ അപ്പുറത്തെ ഹിന്ദുത്വ അജണ്ട കൊണ്ടുവന്നാലേ പൂട്ടാൻ പറ്റും. നമുക്കറിയാം, രാഹുൽ ഗാന്ധി കുറേ കാലം നടത്തിക്കൊണ്ടിരുന്ന കുറേ തീവ്രമായ പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിൽ MP ആയി മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും ഹറാമാക്കി. കൊടി പോലും വെക്കണ്ട എന്ന് പറഞ്ഞൊരു നേതാവാണ്. കൊടി വേണ്ട, നിങ്ങളൊരു ബലൂൺ വീർപ്പിച്ച് കൊണ്ടു നടന്നാൽ മതി, കൊടിയല്ല ഊരി പോക്കറ്റ് ഇട്ടോളാൻ പറഞ്ഞു. അത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തത്? ആ കൊടി കാണുമ്പോൾ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന മതേതരനെ ഉത്തരേന്ത്യക്കാർ തിരിച്ചറിയും. ഞാനൊരു മതേതരത്വമുള്ളവനാണ് എന്ന് ഉത്തരേന്ത്യക്കാർ തെറ്റിദ്ധരിച്ചാലോ, ആ തെറ്റിദ്ധാരണ തനിക്ക് ദോഷം ചെയ്യും, കോൺഗ്രസിന് ദോഷം ചെയ്യും. കാരണം എന്താ, ഞങ്ങളും തീവ്ര ഹിന്ദു നിലപാടില്ലെങ്കിലും ഞങ്ങളൊരു മൃദു ഹിന്ദു നിലപാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പൊതുജനത്തെ അറിയിക്കണം. ഇതാണ് അതിനകത്തിലെ വേറൊരു ഐഡിയ.
ഇവിടെ എന്താ CJP സമരം? CJP ക്രെഡിറ്റ് അവർക്ക് കൊടുത്തു. ഈ ക്രെഡിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സിനിമയ്ക്കകത്ത് ഒരു സ്വാതന്ത്ര്യം കൊടുക്കണോ? വേണ്ട, സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ കേസി പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ക്രെഡിറ്റ് CJPക്ക് തന്നെയുള്ളതാണ്. പിന്നല്ല, CJPയുടെ സമരമല്ലേന്നേ, അത് ഓർഗനൈസ് ചെയ്തതാരാ അങ്ങനെ ഒരു സമരം? എന്താ ഇത്രയും കാലമായിട്ട് അവരാരും ഇതിനകത്ത് വരാതിരുന്നതുകൊണ്ടോ? നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ ഇത് ഏറ്റെടുക്കേണ്ടിയിരുന്നത് ഈ പറയുന്ന പോലെ DYFI അല്ലെ KSU പോലുള്ള സംഘടനകൾ നേരത്തെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ അത് CJP ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും ഞങ്ങളൂടെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ മോശമാണെന്നും പലരും ചിന്തിച്ചു തുടങ്ങിയത്. തീർച്ചയായിട്ടും അത് തന്നെ കാര്യം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൂടെ ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകും, ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് മാത്രമാണ് കോൺഗ്രസ് ഇറങ്ങിയത്. അല്ലാതെ ഇതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സമരം ഉണ്ടായിരുന്നു. CJPക്കാർ സമരം ചെയ്യേണ്ടിരിക്കുകയല്ലായിരുന്നോ? പിന്നെ ഇപ്പോൾ അങ്ങോട്ട് കയറി വന്നിട്ട് ഞങ്ങൾ ക്രെഡിറ്റ് അങ്ങ് തന്നോളും എന്ന് പറയുന്നത് ഞങ്ങളുടെ ഔദാര്യം പോലെ. ഇതിൽ കോൺഗ്രസിനൊന്നും അവകാശപ്പെടാനില്ല. സത്യത്തിൽ കോൺഗ്രസിനൊന്നും അവകാശപ്പെടാനില്ല. ഇപ്പം നമുക്ക് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം, ഈ സമരം തുടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സമരമുഖത്തുണ്ടായിരുന്ന വേറെ 2 പേരുണ്ടായിരുന്നു. ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ പിന്നെ വലിയ ശ്രദ്ധയോടുകൂടി ഇപ്പോഴും മാധ്യമങ്ങളിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയിൽ വരുന്ന 2 പേരാണ്. ഒന്ന് A റഹീം MP, 2 ജോൺ ബ്രിട്ടാസ് MP. ഇവർ 2 പേരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇവർ 2 പേരുടെയും പടം ഉത്സവപ്പറമ്പിൽ ഈ ഐസുമുട്ടായി കച്ചവടം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇവരെ പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചിത്രം വെച്ചിട്ട് പ്രചരിപ്പിക്കുന്നത്. കോലുമിഠായി, ഐസ് മിഠായി എന്നൊക്കെ പറയാനുണ്ട്. ബലൂൺ കച്ചവടക്കാരെ പോലെ കുറേ സാധനം കൊടുത്ത് മീമുകൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ അവരുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സ്വർണം വാങ്ങിച്ചുകൊള്ള സമയത്തൊക്കെ അതിനെക്കുറിച്ച് ഘോരം സംസാരിച്ചവരുടെ കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന MP മാരുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിൽ സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഒരു മാധ്യമം A റഹീമിന് കൊടുത്തു. A റഹീം നിങ്ങൾ തുടക്കം മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയാൻ ഒരു CJPക്കാരൻ പോലും ഇല്ല. CJPക്കാർക്കെതിരെ A റഹീം എന്താണ് അവിടെ ചെയ്തതെന്ന്? അപ്പം അങ്ങനെ ഒരു പിന്തുണ A റഹീമിൻ്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന CJP എന്ന് പറയുന്ന സംഘടനയ്ക്കുണ്ടായി. അതിൻ്റെ ഒരു മെച്ചം അവർക്കുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് ഇതിനകത്ത് കാര്യമായി ഇടപെടുന്ന കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന A റഹീം അദ്ദേഹം DYFI നേതാവിനപ്പുറത്തേക്ക് ഒരു MP കൂടി ആയപ്പോൾ ഇതിനെ പിടിച്ചു നിർത്താൻ എന്താണ് മാർഗം എന്നുള്ളത് നോക്കി. കാര്യം CPM അതിനകത്തെ അല്ലെങ്കിൽ ഒരു DYFI പോലെ ഒരു സംഘടന അതിനകത്തേക്ക് ഇടപെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി. ഒന്ന് അതിനെ മറികടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ നിലവിലെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ ലക്ഷ്യം വേറൊന്നും ആയിരുന്നില്ല, ഹിന്ദുത്വ അജണ്ട നടപ്പിലായിക്കൊണ്ട് രാമക്ഷേത്ര വിവാദം ഉയർത്തുക എന്നുള്ളതായിരുന്നു ശരിക്കും കോൺഗ്രസിൻ്റെ പദ്ധതി. അപ്പോഴാണ് ഇവിടെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഇവർ സമരത്തിനിരിക്കുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസും ഒക്കെ വന്നപ്പോൾ ഇതൊരു ഐഡിയ ആണ് എന്ന് തോന്നി, അല്ലെങ്കിൽ ഇതൊരു പറ്റിയ സാഹചര്യമാണെന്ന് തോന്നിയിട്ടാണ് ശരിക്കും ഈ പറയുന്ന കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരു സമരം നയിക്കുക ചെയ്തത്. കോൺഗ്രസ് വന്നിട്ട് അതിനെ കുളവാക്കിയില്ലേ? ശരിക്കും പറഞ്ഞു കോൺഗ്രസ് വന്നാൽ കുട്ടികൾക്കെല്ലാം ഇത്ര അടി മേടിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് ഇവരെല്ലാം അറസ്റ്റ് വരിച്ച് പോവുകയും ചെയ്തു. ഇവർക്കെല്ലാം ക്രെഡിറ്റുമായി. ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കാണെങ്കിലും പിന്നെ KCക്കാണെങ്കിലും എല്ലാവരും വലിയ താരങ്ങളായി. അതുവരെ ആ ഏരിയയെ കണ്ടിട്ടില്ലായിരുന്നു. ഷാഫി പറമ്പിൽ ആ സമരത്തിനിടെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഇടിച്ചു കയറിക്കൊണ്ട് പോലീസ് അടുക്കലേക്ക് ചെയ്യുന്നു. ഇതിനെ പിന്നെ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു വരി പറയുന്ന നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഇവർ തങ്ങളുടേതാക്കി തീർക്കാൻ ഒരു ശ്രമം നടത്തി. എന്നിട്ട് എന്താണ് ഇതിനകത്ത് വലിയ വേറൊരു കാര്യമുണ്ട്. ഇത് പറയാൻ ശ്രമിച്ച ഒരു കാര്യം KC വേണുഗോപാൽ ഞങ്ങളുടെ മഹത്വം കൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തിയ വലിയ ബഹുജന മുന്നേറ്റം കാരണമാണ് ശരിക്കും അവർ രാജിവെക്കുന്നത്. അല്ലാതെ CJPക്കാർ ഇത്രയും ദിവസം സമരം ചെയ്തുകൊണ്ടല്ല. പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ഈ ക്രെഡിറ്റ്, അതായത് ഞങ്ങൾ സമരം ചെയ്ത് ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കിയ ആ ക്രെഡിറ്റ് ഞങ്ങൾ CJPക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു മുടന്ത ന്യായം മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് ശരിക്കും KC വേണുഗോപാൽ ഈ രീതിയിൽ പിന്നെ ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ നന്മമരമായിട്ടുള്ള മനസ്സുകൊണ്ടോ ഒന്നുമല്ല. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എവിടെ കണ്ടാലും ചവിട്ടി അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ് KC വേണുഗോപാൽ. പണ്ട് ഈ ഓണപരിപാടിക്ക് വടംവലി നടത്തുമ്പോൾ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് വെച്ച വടത്തിന്റെ അറ്റത്ത് പിടിച്ച് നിന്നവർ പറയത്തില്ലേ, ഞാൻ വന്നോണ്ട് ഞാനൊരു വലിയ വലിച്ചോണ്ടായി പോകുന്നത്, എന്നാലും നിങ്ങൾ എടുത്തോ എന്ന് പറയുന്ന ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ് KC വേണുഗോപാൽ നടത്തിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിനെ ഈ പറയുന്നതിനെയൊക്കെ അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളയണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാര്യം KC വേണുഗോപാൽ നമുക്കറിയാം കേരളത്തിൽ
വി.ഡി. സതീശനെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ശക്തമായി ശ്രമം നടത്തിയ ഒരാളാണ്. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് നമുക്കറിയാം വീട്ടമ്മമാരുടെ കൂടെയും അടുക്കള പിന്നെന്താ പറയുക അയൽക്കൂട്ടക്കാരുടെയും തൊഴിലുറപ്പ് സ്ത്രീകളുടെയൊക്കെ കൂടെ പോയിരുന്ന് കപ്പയും പുഴുക്കും ഒക്കെ തറയിൽ ഇരുന്നുകൊണ്ട് തിന്നതുമൊക്കെ സ്വിഗ്ഗി അതുപോലെ സൊമാറ്റോ പോലെയുള്ള അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്ത് പോയതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. അപ്പോൾ എന്തിനേയും ബെടക്കാക്കി തനിക്കാക്കുക അല്ലെങ്കിൽ തൻ്റെ കയ്യിലേക്ക് ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനം ഇതെൻ്റെ സന്മനസ്സുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് KCയുടെ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു ഗുണം കൊണ്ടല്ല ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതെന്നുള്ള കാര്യം KC എങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം.